ഹായ് എവ്രി വൺ. ജയ് ഗണേഷ് എന്ന മൂവിയുടെ നായകനും നായികയും പ്രധാന കഥാപാത്രത്തിലെത്തുന്ന കൊച്ചു നായകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹലോ എവ്രി വൺ, വെൽക്കം ഓൾ. ഹായ് ചേട്ടാ, ആദ്യം തന്നെ ചിത്രം ഒരു മികച്ച വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ ഒരു ആക്ടർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ എന്ന പൊസിഷനിൽ നിൽക്കുവാണ് ചേട്ടൻ. എന്താണ് ചേട്ടൻ ജയ് ഗണേഷിനെ പറ്റി പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പെട്ടെന്ന് ചുരുക്കത്തിൽ കുറച്ച് വിശേഷങ്ങൾ പറയാം. സോ ജയ് ഗണേഷ് മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. സോ മാളികപ്പുറം ഐ തിങ്ക് എന്നിലേക്ക് എത്തിച്ചത് വലിയൊരു ഫാമിലി ഓഡിയൻസിൻ്റെ ഭയങ്കരമായ പോസിറ്റീവ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2023 ഒരു സിനിമയും റിലീസായില്ല, ബട്ട് ഐ വാസ് വർക്കിംഗ് ഓൺ എ ലോട്ട് ഓഫ് പ്രൊജക്ട്സ്. അതിൽ ഇമ്മീഡിയറ്റ് റിലീസ് ഇപ്പോൾ സംഭവിക്കുന്നത് ജയ് ഗണേഷിലൂടെയാണ്. ജയ് ഗണേഷ് പക്ക ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത സിനിമ ജയ് ഗണേഷാണെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സ്പെഷ്യലി ഏബിൾഡായ ക്യാരക്ടർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ ഫിസിക്കൽ ചാലഞ്ചിനെക്കാളും കൂടുതൽ ഇതിന് ഇമോഷണൽ ഒരു ഗ്രാഫ് ഉണ്ട്. അത് എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ സംശയമാണ് എന്നെ ഈ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ യു വോണ്ട് ടു ഹാവ് എ ഡ്രൈവ്. ഒരു സിനിമ എന്തിനാ ചെയ്യണം, ഇങ്ങനത്തെ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക. അത് ഡയറക്ടറായ രഞ്ജിത് ശങ്കറിനും ഇതേ സംഭവം ഉണ്ടായിരുന്നു. ഈ കഥ എഴുതി ഇനി അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കും സംശയം ഉണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഈ സംശയം നമ്മളങ്ങ് തീർക്കാം. സോ ലക്കിലി നമുക്ക് അത് കംപ്ലീഷനിലേക്ക് എത്തുമ്പോൾ നല്ല ആക്ടേഴ്സ് കൂടെ വന്നു, ടെക്നീഷ്യൻസ് കൂടെ വന്നു. ആൻഡ് ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നല്ല സിനിമ, അതായത് മിനിമം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു വിഷുകാലത്ത് എൻ്റെ ഒരു സിനിമ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഐക്കൺസ് മൂവിയുടെ ഒപ്പം ചേർന്നിട്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. സോ ടു മെനി ഗുഡ് റീസൺസ്. പിന്നെ അടിസ്ഥാനപരമായിട്ട് നല്ലൊരു കഥയാണ്, കുടുംബചിത്രമാണ്. സ്മാർട്ട് റയാൻ പടത്തിലുണ്ട്. മഹിമ RDXന് ശേഷം മഹിമയ്ക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും നമുക്ക് വളരെ മോട്ടിവേഷനായി. ലൈക്ക് ഒരു പോപ്പുലർ ആക്ട്രസ് ഷീ ലൈക്സ് ഇറ്റ്, സോ അതിനൊരു ബാക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങളുണ്ട്. സോ ഇപ്പം ഉണ്ണിൻ്റെയും മഹിമയുടെ ഒരു കോംബോ, ഈ പ്രൊമോഷൻസിനൊക്കെ നമ്മൾ കുറേ കണ്ടിരുന്നു. പേര് മറന്നു വന്നു, ബ്ലോക്ക് ചെയ്ത കഥ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം ഒരു കാറ്റ് ആൻഡ് മൗസ് റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങൾ തമ്മിൽ. അതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെ വർക്ക്ഔട്ടായി ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ രണ്ടും? ഞാൻ അങ്ങനെ ഇതുമില്ല. ഇനീഷ്യലി മാസ്റ്റർ പീസ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഷൂട്ട് മഹിമ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. മാസ്റ്റർ പീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല. ഞങ്ങൾ ആകെപ്പാട് ഒരു ദിവസമാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അന്നത്തെ ഉണ്ണി കുറച്ച് അത്യാവശ്യം സീരിയസ് ആണ്. ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയ ഒരു പേഴ്സൺ ആണ്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ കോൺഫിഡന്റ്, ഐ വാസ് വെരി ഷൈ. എനിക്ക് ഒരാളോട് അങ്ങോട്ട് പോയി സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല. ഞങ്ങളൊരു ആവശ്യത്തിന് മെസ്സേജ് ചെയ്യുന്നു, ആളെന്നെ ബ്ലോക്ക് ചെയ്യുന്നു, എനിക്ക് കുറച്ച് ഈഗോ അടിക്കുന്നു. ഞങ്ങൾ അങ്ങനെ 7 വർഷം ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ വിടാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് കമ്മിങ് ടു ഇവിടെ ജയ് ഗണേഷ് മൂവിയിലോട്ട് വരുന്നത്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൂജ സമയത്താണ് അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് എവിടെയോ ഒരു ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. വലിയ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഉണ്ണിനെ ഒന്ന് ഐ വാണ്ടഡ് ഹിം ടു ഫീൽ ബ്ലോക്ക് ചെയ്തെന്നുള്ളത്. ഐ വാണ്ടഡ് ഹിം ടു ഫീൽ ദാറ്റ്. അപ്പൊ ഞാൻ ഓർക്കുന്നു അന്ന് അജയ് സാറിന് ഈ സ്റ്റോറി, ഞങ്ങളുടെ ഈ സ്റ്റോറി കോമൺ ആയി അറിയുന്ന 2-3 പേരിൽ ഒന്ന് അജയ് സാറും ഡയറക്ടർ അജയ് വാസുദേവ്, പിന്നെ ഉദയേട്ടൻ. ഇവർക്ക് രണ്ടുപേർക്കാണ് ഈ കഥ അതുവരെ അറിയാവുന്നത്. ഇപ്പൊ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അന്ന് അജയ് ചേട്ടൻ അവിടെ പിറകിൽ നിൽക്കാണ്, ഉണ്ണി വാസ് സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പൊ ഉണ്ണി ഒന്ന് തിരിയാൻ ഞാൻ കാത്തിരിക്കും. ഉണ്ണി തിരിഞ്ഞോണ്ട് ഞാൻ തിരിഞ്ഞ് അജയ് ചേട്ടനോട് ഉദയ വന്നില്ലേ അജയ് സാറേ ഞാൻ ചോദിച്ചു. ഐ വാണ്ടഡ് ഹിം ടു ഹിയർ ദാറ്റ്. സ്വീറ്റ് റിവെഞ്ച്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കങ്ങനെ വിഷമം തോന്നിയില്ല. അങ്ങനെ പറയരുത്. 7 വർഷത്തിൽ ഞാൻ കുറെ മാറി. 7 വർഷത്തിൽ ഉണ്ണി എന്തായാലും ഒരുപാട് മാറി, ഞാനും ഒരുപാട് മാറി. അപ്പം ഞങ്ങൾ രണ്ടുപേരിലും വന്ന മാറ്റം ബോത്ത് ഓഫ് us
ഒരു സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ആസ് എൻ ആക്ടർ ആയാലും ഇൻഡിവിജ്വൽ ആയാലും ഞങ്ങൾ ഒരുപാട് മെച്ചോർഡായി. അപ്പം സോ ദ വേ വി സീ തിങ്സ്, ദ വേ വി വർക്ക് എല്ലാം മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഈ ലൊക്കേഷനിലൊക്കെ അത്ര ഭയങ്കര ഫ്രണ്ട്ലി ഒന്നും ആയിരുന്നില്ല. അതാണ് അതൊരു എന്താ പറയാ അൺടോൾഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ലൈക്ക് ഒരു ഭയങ്കര കെമിസ്ട്രി വർക്ക് ആവുന്ന ഒരു സാധനമാണ്. എന്നുള്ളതിനേക്കാളും ഹീസ് എ വെരി എന്താ പറയാ ഭയങ്കര ഓപ്പൺ ആയ ഒരു ഫിൽറ്ററും ഇല്ലാത്ത, ഞാനും ഒരു ഫിൽറ്ററും ഇല്ലാത്ത, എന്തായാലും മുഖത്തടിച്ച് പറയുന്ന സത്യമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാനും അങ്ങനെ ഒരാളായതുകൊണ്ട് ഇറ്റ് വർക്ക്. വണ്ടർഫുൾ.